ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല തണുപ്പും മഞ്ഞും ഒക്കെയാണ്. അപ്പോൾ ഓരോ ഹെയർ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നീരിറക്കം അല്ലെങ്കിൽ ജലദോഷം, കഫക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ച് എങ്ങനെ ഹെയർ കെയർ ചെയ്യാമെന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത്. അപ്പം നമുക്കറിയാമല്ലോ, ഏത് പാക്ക് ചെയ്യുമ്പോഴും നമുക്ക് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പം ഞാൻ ഒരു സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇവിടെ കാച്ചെണ്ണയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ തലയിൽ തേച്ച് കൊടുക്കുവാണ്. ഒരു കുറച്ച് മതിയാവും. നമ്മളുടെ ഇന്നത്തെ പാക്ക് വന്നിട്ട് ഒത്തിരി ഡ്രൈനെസ് ഒന്നും ഉണ്ടാവാത്ത പാക്കാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. എണ്ണയെല്ലാം ഇതുപോലെ ഉരുകിയിരിക്കുവാണ്. കുറച്ച് എണ്ണ എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്കാൽപ്പിലും മുടിയിലും കൂടെ. അപ്പോൾ ഒരുപാട് എണ്ണ തേക്കണ്ട, കുറച്ച് ഒരു സ്പൂണ് എണ്ണ അത്രേ ഉള്ളൂ. പിന്നെ നമ്മളുടെ മുടിയിൽ ഒട്ടും എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം. അതല്ല മുടിയിൽ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ എണ്ണ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കും. ഞാൻ ചൂടുവെള്ളത്തിൽ മുകളിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്, അതൊന്നും കാണിക്കുന്നില്ല. ചൂടാക്കിയിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് പാക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളുടെ ഇന്നത്തെ പാക്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവാണ്. ഞാൻ ഒരു 8 ചെമ്പരത്തിപ്പൂവോളം എടുത്തിട്ടുണ്ട്. ആ 8 ചെമ്പരത്തിപ്പൂ അതിൻ്റെ ആ ഒരു പച്ച ഭാഗമില്ലേ, അത് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കാനായിട്ടാണ് പോകുന്നത്. നമ്മളിങ്ങനെ അരച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ അല്ലേ തണുപ്പ് അങ്ങനെ. ഇപ്പോൾ തിളപ്പിക്കുമ്പം അത്രയും നമുക്ക് ഇത്ര ഒരു പ്രശ്നം വരത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കുന്നത്. അതൊരു പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് എടുത്ത് തിളപ്പിക്കണം. ആദ്യം നമ്മളൊരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 മിനിറ്റൊക്കെ ആ ഹൈ ഫ്ലെയിമിൽ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുന്ന ആ ടൈമിലൊക്കെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ആ പൂവൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് മുങ്ങി വരാനായിട്ടാണ്. അങ്ങനെ അത് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഈ ഒരു രീതിയിൽ പാക്ക് തയ്യാറാക്കി തലയിൽ തേക്കുമ്പോൾ തണുപ്പ് ഇറങ്ങത്തില്ല എന്നുള്ളതല്ല. നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് അങ്ങനെ എടുക്കാതെ, അതായത് അരച്ചൊക്കെ എടുക്കുമ്പോൾ ഉള്ളതിൻ്റെ അത്ര ഒരു പ്രശ്നം വരത്തില്ല. ഇതിനൊരു ചെറിയ ചൂടോട്, അതായത് ചെറിയ ചൂടെന്ന് തണുപ്പല്ലാത്ത ഒരു രീതിയിൽ ഇത് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാനായിട്ട് പറ്റും. തേച്ച് കൊടുത്തിട്ട് ചൂടാണെന്ന് വിചാരിച്ച് അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒന്നും വെക്കാൻ പാടില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് എത്ര സമയം വെക്കാൻ പറ്റുമോ ആ ഒരു സമയം നമുക്കറിയാമല്ലോ. ഒരു പാക്ക് നമ്മുടെ തലയിൽ എത്ര നേരം ഇരിക്കുമോ ആ ഒരു സമയം വരെ വെച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് ടൈം ഇത് തലയിൽ വെക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ആ വെള്ളത്തിൻ്റെ കളറ് മാറുന്നുണ്ട്. അതായത് ചെമ്പരത്തിയുടെ ആ കളറെല്ലാം വെള്ളത്തിലേക്ക് ആവുന്നുണ്ട്. ഇത് ഈ ഒരു രീതിയിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളയ്ക്കാൻ ഒരു 2 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു കളറ് മൊത്തമായിട്ട് വെള്ളത്തിലേക്ക് ആയിട്ടുണ്ടാവും. എങ്കിലും നമ്മളൊരു 10 മിനിറ്റ് എടുത്ത് തിളപ്പിച്ച് തന്നെ എടുക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുക. ഇവിടെ ഇതുപോലെ നല്ല മഞ്ഞാണ്, തണുപ്പമാണ്. വെയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ മഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പാക്ക് തയ്യാറാക്കുന്നത്. തലയിൽ ചുമ്മാ ഇങ്ങനെ വിൽക്കുന്നതിലും ഭേദം, അല്ലെങ്കിൽ ഇതിങ്ങനെ തണുത്ത പാക്കുകൾ ഉപയോഗിക്കുന്നതിലും ഭേദം മുടിക്ക് നല്ലതാണ്. മുടിക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ ഒരു കളറാണ് നമ്മളുടെ മുടിക്ക് ഒരു ഷൈനിങ് തരുന്നത്, ഒരു തിളക്കമൊക്കെ നൽകുന്നത്. അതുകൊണ്ട് പാക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. പാക്ക് ചെയ്താൽ അതിട്ട് ദോഷമാകാനും പാടില്ല എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പാക്ക് തയ്യാറാക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചു. അതിൻ്റെ ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. വെള്ളം ഒരു ചെറുതായിട്ടൊരു പശ പോലെ ആവുന്നുണ്ട്. അതായത് ആ കൺസിസ്റ്റൻസി ഒന്ന് മാറിയിട്ടുമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുപ്പിക്കുമ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് തണുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ തുറന്ന് വെച്ച് തണുപ്പിക്കുന്നതിലും നല്ലത് അടച്ച് വെച്ച് തണുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ പുറത്ത് പോകാതെ അതിൻ്റെ ആ സത്തെല്ലാം ആ വെള്ളത്തിൽ ആവാനായിട്ട് അതൊരുപാട് സഹായിക്കും. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം.
അങ്ങനെ ഒരു 10 മിനിറ്റ് തിളച്ചു. ഞാനിതിന് തീ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് തണുത്തതിന് ശേഷം കാണിച്ചു തരാമേ. അങ്ങനെ ഇത് മൊത്തം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂട് പോകുന്നുണ്ട്. ഇത് നമ്മളിനി അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ചൂടും കൂടെ പോയി കിട്ടും. ഇനി ഇത് ഒരു അരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ അരിച്ചെടുക്കാം. ഇതിപ്പം ഇത് മാത്രമുള്ളല്ലോ, അതുകൊണ്ട് തുണി ഉപയോഗിക്കുന്നില്ല. അരിപ്പയിൽ തന്നെ അരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നമ്മളുടെ ഈ പൂവിൻ്റെ പൂമ്പൊടിയൊക്കെ നമ്മുടെ ഇതിനകത്തായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും തലയിൽ ഇരിക്കാത്ത വിധം ഇത് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അത് തന്നെയല്ല, നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുമ്പോഴും അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ഒരു പാക്ക് ചെറു ചൂടോടെ, അതായത് തണുപ്പ് കളഞ്ഞ് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഏത് കാലാവസ്ഥയിലും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും താങ്ക് യു.